ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിനം കൂടി കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 34:18 വാക്യം പ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്നാരെങ്കിലും ഹൃദയത്തിൽ വിങ്ങലോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുടുംബ പ്രശ്നമായിരിക്കാം. ഭാര്യ ഭർത്താവിൽ നിന്നും, അതുപോലെ ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്കും, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ മക്കളിൽ നിന്നും പിതാക്കന്മാരിലേക്കും, അതുപോലെ പിതാക്കന്മാരിൽ നിന്നും മക്കളിലേക്കുമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത നിങ്ങളെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അത് മുഖാന്തരം നിങ്ങൾ ഹൃദയ നുറുക്കത്തിലാണെങ്കിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഹല്ലേലൂയ ഇപ്പോൾ വിശ്വസിക്കുമെങ്കിൽ ഇതിനൊരു പരിഹാരകനായി ഇറങ്ങി വരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കുടുംബജീവിതത്തെ ഏറ്റവും ഭംഗിയായി അവൻ ഹല്ലേലൂയ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. കുടുംബം എന്ന ഒരു ഹല്ലേലൂയ സൃഷ്ടി ഉണ്ടാക്കിയത് ദൈവമാണ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ മനുഷ്യനേകനായി നടക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് തനിക്ക് തക്ക ജീവിത പങ്കാളിയെ അവിടുന്ന് ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം സന്തോഷിച്ചു, ആ പുരുഷനും സന്തോഷിച്ചു. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തെ തകർത്ത് കളയുവാൻ ശത്രുവിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പദ്ധതികൾ ഈ കുടുംബത്തിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ആ ശത്രുവിൻ്റെ കരം ഇപ്പോൾ തന്നെ പിൻവലിയട്ടെ എന്ന് ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സമാധാനവും ഈ കുടുംബത്തിലേക്ക് ഞാൻ പകർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം, നിന്റെ ദാസരിൽ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരിൽ നീതിയവൻ. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നായോളം തൻ ഭുജത്താൽ എന്നെ താങ്ങി